ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ. എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം, അതായത് തുലാം രാശിയുടെ ഏപ്രിൽ മാസഫലമാണ് പറയുന്നത്. ശനി 2025 മാർച്ച് മാസം 30-ാം തീയതി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നു. ആയതിനാൽ 6-ാം ഭാവത്തിലുള്ള ശനി വലിയ ദോഷം ചെയ്യുന്നതല്ല. മാത്രമല്ല, മെയ് മാസത്തോടുകൂടി അഷ്ടമ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് മൂലം ഭാഗ്യാതിരേകം സംഭവിക്കുന്നതാണ്. എങ്കിലും ഏപ്രിൽ മാസത്തിൽ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. മനസ്സിന്റെ സംശയം ഒരുപക്ഷെ ജീവിത പങ്കാളിയുമായുള്ള കലഹത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ മനസ്സിന്റെ സംശയ ചിന്താഗതികളെ അവഗണിക്കുന്നത് നന്നായിരിക്കും. ജോലിയിലുള്ളവർക്ക് ജോലി സ്ഥിരപ്പെടാനും പ്രൊമോഷൻ ലഭ്യമാവുന്നതും അനുഭവവേദ്യമാവുന്നതാണ്. വിദേശത്തേക്ക് പഠനത്തിനായും ജോലി ലഭ്യമായി പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഭൂമി, വാഹനം തുടങ്ങിയവ വാങ്ങാൻ സാധിക്കുന്നതാണ്. തുലാം രാശിക്ക് ഇപ്പോൾ ശനിദോഷമില്ലെങ്കിലും മറ്റ് ഗ്രഹദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും സ്വയമേവ രക്ഷ നേടുന്നതിനായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ എങ്ങനെ സാധിക്കാമെന്ന് ഈ വീഡിയോയുടെ അവസാനം വിവരിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാവുകയും ശത്രുദോഷം ഇല്ലാതാവുകയും ചെയ്യും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. നവഗ്രഹ ദോഷ പരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ നെയ്വിളക്ക്, തുളസിമാല, ത്രിമധുരം, സുദർശന മന്ത്ര പുഷ്പാഞ്ജലി എന്നിവ വ്യാഴാഴ്ച തോറും വഴിപാടായി നടത്തേണ്ടതാണ്. ഈ വഴിപാടുകൾ നടത്തുമ്പോൾ മാറ്റം നമുക്ക് അനുഭവപ്പെടുമെങ്കിലും സ്ഥിരമായ ഒരു മാറ്റം, അതായത് സ്ഥിരമായി ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥ നേടിയെടുക്കുന്നതിനായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ ആദ്യത്തെ 14 ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്തെല്ലാമെന്ന് ഇനി പറയാം. നിരന്തര പരിശ്രമത്തിലൂടെ ദിനചര്യയിലൂടെ നവഗ്രഹ ദോഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായുള്ള ഈ ധ്യാനമുറയിലൂടെ തുലാം രാശിക്കാരുടെ എല്ലാ തരത്തിലുമുള്ള നവഗ്രഹ ദോഷങ്ങളിൽ നിന്നും പൂർണ്ണമുക്തി നേടാനാവുന്നതാണ്. കുറഞ്ഞത് 1 നാഴിക നേരമെങ്കിലും, അതായത് 20 മിനിറ്റ് സമയമെങ്കിലും 108 ദിവസങ്ങൾ തുടർച്ചയായി ധ്യാനം അനുഷ്ഠിക്കുകയാണെങ്കിൽ നവഗ്രഹ ദോഷങ്ങളിൽ നിന്നും പൂർണ്ണമുക്തി നേടുന്നതായി നിങ്ങൾക്കു തന്നെ അനുഭവവേദ്യമാവുന്നതാണ്. പൂർണ്ണമുക്തി നേടിയെങ്കിലും ഒരു ദിനചര്യ പോലെ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ്. അല്ലാത്ത പക്ഷം വീണ്ടും നവഗ്രഹ ദോഷങ്ങൾ നിങ്ങൾക്ക് ബാധിക്കാനിടയുണ്ട്. കൂടുതൽ വിവരണങ്ങളില്ലാതെ ഇനി നമുക്ക് നേരിട്ട് ധ്യാനത്തിലേക്ക് കടക്കാം. ആദ്യമായി സുഖാസനസ്ഥനാവുക, അതായത് നടുവ് നിവർന്നിരിക്കുക. സാവധാനം കണ്ണടച്ചുകൊണ്ട് അനുലോമ വിലോമം എന്ന പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഈ പ്രാണായാമം ചെയ്യാൻ അറിയില്ലെങ്കിൽ ദീർഘമായി ശ്വാസനിശ്വാസം നടത്തിയാൽ മതി. ദീർഘമായി ശ്വസിക്കേണ്ടതാണ് എന്നർത്ഥം. ഇപ്രകാരം ദീർഘനിശ്വാസം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെ ഒരു മരക്കൊമ്പിൽ നിന്നും വേറൊരു മരക്കൊമ്പിലേക്ക്, ആ മരക്കൊമ്പിൽ നിന്നും തൂങ്ങിയാടി പിന്നീട് വേറൊരു കൊമ്പിലേക്ക് എന്ന വണ്ണം മനസ്സ് ഓരോ കാര്യങ്ങളിൽ നിന്നും വേറെ കാര്യങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ മനസ്സിനെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. വീണ്ടും കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയാലും വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 ആഴ്ചകളിൽ എല്ലാ ദിവസവും തുടർച്ചയായി 20 മിനിറ്റ് നേരം ഈ ശ്വാസനിശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക. ഇതാണ് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ ആദ്യത്തെ ധ്യാനമുറ. അടുത്ത വീഡിയോയിലൂടെ ഈ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ 2ാമത്തെ ധ്യാനമുറ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം.